പഠിക്കാൻ പോകുന്നത് നമ്മുടെ കോയിക്കട്ട് എന്നുള്ള ആപ്പിൽ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം, വീഡിയോയിൽ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യാം, ന്യൂ എഡിറ്റിങ്. നമ്മൾ ഈ പ്രോസസ്സിങ്ങൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തു പോവുകയാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ എടുത്ത വീഡിയോ തന്നെ നമുക്ക് എടുക്കാം, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ വീഡിയോ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന കാര്യം മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ കട്ടിങ്, കാര്യങ്ങൾ, ട്രാൻസിഷൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും, ആഡ് സബ് ടൈറ്റിൽ. ഇവിടെ ഞെക്കിയിട്ട് നമുക്ക് സബ് ടൈറ്റിൽ എന്നുള്ള രീതിയിൽ ഞെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞെക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഞെക്കിയിട്ട് ആഡ് സബ് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, പ്ലീസ് എൻ്റർ ടെക്സ്റ്റ്. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ പൊന്നാനിയുടെ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പൊന്നാനി എന്ന് എഴുതാണ്. ഓക്കെ, പൊന്നാനി വന്നു കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കാം, ബാക്ക് അടിക്കാം. നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ കണ്ടു നിങ്ങൾ, ഒരു പച്ച നിറത്തിൽ, അത്ര വരെ പൊന്നാനി എന്നുള്ള എഴുത്തുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല, എഴുത്തുണ്ടാവില്ല. കാരണം അത്ര വരെ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് അർത്ഥം. നമുക്ക് ആ ടെക്സ്റ്റ് തന്നെ ലാസ്റ്റ് വരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, അവസാനം വരെ നിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരറ്റം പിടിച്ച് ഇങ്ങനെ കൊണ്ടു. അപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ ഉടനീളം നമുക്ക് ആ പൊന്നാനി എന്നുള്ള അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സ്ഥലം മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്മേൽ ടാപ്പ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. കണ്ടോ, ഇവിടെ കൊടുന്ന് വെച്ചു, അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, താഴത്ത് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ആണ് ഈ വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊന്നാനി എന്നുള്ള എഴുത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, എഡിറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കൊടുന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, നമുക്കിതിൽ ഓരോ എഡിറ്റിങ് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക നോക്കാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഇവിടെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഈ എഡിറ്റും സെയിം തന്നെയാണ്. ഇവിടെ ഒരു എഡിറ്റിൻ്റെ ചിഹ്നം കാണാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഈ ഒരു ചിഹ്നം റൊട്ടേഷനാണ്, റൊട്ടേഷന് സൂമൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് കോപ്പിയാണ്, ഇത് ഇൻറ്റു ക്ലോസ് ചെയ്യലാണ്. ഓക്കെ, നമുക്ക് എഡിറ്റ് കൊടുക്കാം. പൊന്നാനി എന്നുള്ളതിന് നമുക്ക് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സല്യൂട്ട് എന്നുള്ള ഈ ഒരു മിന്നി കത്തുന്ന ടെംപ്ലേറ്റ് ആണെങ്കിൽ ഇത് നിൽക്കുക, അപ്പോൾ അതുപോലെ ആയി മാറും. ഇതാണ് അടുത്ത ടെംപ്ലേറ്റ്. ഈ ഫോണ്ടുകൾ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ആ ഫോണ്ടിൽ തന്നെ കിടക്കുന്നത്. നിങ്ങൾക്ക് ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമുക്ക് പൊന്നാനി എന്നുള്ള അത് ഞെക്കി കഴിഞ്ഞാൽ ഇതിൽ ഫോണ്ടുകളുണ്ട്. ഫോണ്ടുകൾ ഞെക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉണ്ടോ, പല ഫോണ്ടുകളുണ്ട്. അതിൽ ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഒരുപാട് ഫോണ്ടുകളുണ്ട്, ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സ്റ്റൈല്, അതായത് ആ എഴുത്തിന് നമുക്ക് ഒരുപാട് സ്റ്റൈലുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് പൊന്നാനി എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ഉണ്ടാവും, ബ്ലറായിട്ട് അത് മങ്ങി പോകുന്നു. അതിൻ്റെ ഷാഡോസ് ഒക്കെ നമ്മൾ ഓണാക്കി ഇട്ടുകൊണ്ടാണ്. ഷാഡോസും കാര്യങ്ങളൊക്കെ കുറച്ചിടാം. ഒപ്പാസിറ്റി കുറച്ച് വരുന്നു. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ വലുപ്പം കൂട്ടാനും കുറക്കാനും പറ്റും. നമുക്ക് ഓരോ കളർ മാറ്റി കൊടുക്കാൻ പറ്റും. അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കളറിലോട്ട് മാറ്റാൻ പറ്റും. ഇതിൻ്റെ കളർ നമുക്ക് ഇതിൻ്റെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ കയറിയിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എവിടെ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റും. ഉണ്ടാവും. അതുപോലെ സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാവും, അതിന് ചുറ്റോറും വരുന്നൊരു ബ്ലാക്ക് കളർ, അതാണ് സ്ട്രോക്ക്.
അത് നമുക്ക് കൂട്ടാനും കുറക്കാനും ഒഴിവാക്കാനും പറ്റും. ഇത് ബ്ലാക്ക് തന്നെയല്ല, മഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉണ്ടാ കുറച്ച് സ്ട്രോക്ക് ഇടാം. പിന്നെ ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഷാഡോ വരുന്നു. ഷാഡോൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കുറക്കണേലും കൂട്ടണേലും അങ്ങനെ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാപ്പ് കൂട്ടുന്ന കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാറ്റേൺ, പിന്നെ അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ എഫക്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് എഫക്റ്റ്, ഈ എഫക്റ്റ് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം. കണ്ട പൊന്നാനി വന്ന കണ്ടില്ല, അതേ എഫക്റ്റിൽ നമുക്ക് എഫക്റ്റ് ആഡ് കൊടുക്കാം. ആനിമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ആനിമേഷൻ, തുടക്കത്തിൽ ആനിമേഷൻ, ഔട്ടിൽ അവസാനത്തെ. മറ്റേ ലൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എല്ലാതും അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്തു ആയിരുന്നു. ഇതുപോലത്തെ ഒരു ആനിമേഷനാണ്. കണ്ട എഫക്റ്റും ആനിമേഷനും ആഡായി. ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്ന് ആഡ് ചെയ്ത് പഠിക്കാവുന്നതും. ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ളൊരു ഓപ്ഷനൊന്നും ഇതിലില്ല. അതിപ്പോൾ ഒരാൾ എന്നോട് ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. ആ ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് ടെക്സ്റ്റുകൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടുന്ന ടെക്സ്റ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മാത്രം മതി. വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ ആനിമേഷൻസ് കൊടുക്കുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ടെക്സ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, വേറെ ഒന്നുമില്ല. ബൈ.